സന്തോഷമാണോ? എല്ലാവരും ചിരിച്ചുകൊണ്ടെന്ന കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇവിടെ ഒരു ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. ഇസ്രായേലിൻ്റെ 3ാമത്തെ രാജാവായിരുന്ന ശലോമോനെ കുറിച്ച് ഒരു ഭാഗം നമ്മൾ വായിച്ചു. അവിടെ ഇങ്ങനെ പറയുന്നു, ശലോമോൻ ദൈവത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവിടെ എന്താ പറയുന്നത്? ശലോമോൻ യഹോവയെ സ്നേഹിച്ചു. സ്നേഹം വന്നപ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഗിബയോനിലെ പൂജാഗിരിയിലോട്ട് ചെന്ന് 1000 ഹോമയാഗം, അത് ചെറുതല്ല കേട്ടോ, 1000 ഹോമയാഗം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിൽ ദൈവത്തിന് പ്രസാദമായി ദൈവം ഇറങ്ങി വന്നിട്ട് ശലോമോനോട് ചോദിക്കുക. ഒരു നല്ല കോൺവെർസേഷനാണ് അത്. ശലോമോനോട് ചോദിക്കുകയാണ്, ശലോമോനെ നിനക്ക് എന്താ വേണ്ടത്? നീ ചോദിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഒടുവിലത്തെ വാക്യം, ഇതിനിടയിൽ ശലോമോൻ ചോദിച്ച കാര്യമുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നു, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജനത്തെ ശരിയാവണ്ണം പാലിക്കുവാൻ എനിക്ക് ജ്ഞാനം വേണം. ഹല്ലേലൂയ. ഒടുവിൽ നമ്മൾ വായിച്ച വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, ശലോമോൻ ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ വേണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസാദം അത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ പ്രസാദം വേണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ നോക്കി ചിരിച്ച മുഖത്തോടെ നോക്കി നിന്ന് ഹല്ലേലൂയ നമ്മളെ കേൾക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവ് എന്നെ നോക്കിയിട്ട് ചിരിച്ച മുഖത്തോടെ ഞാൻ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നത് ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കാറുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്ന് വെച്ചാൽ നമ്മുടെ സംസാരം ദൈവത്തിന് പ്രസാദമാകുന്ന ഒരനുഭവം. ഹല്ലേലൂയ. നമ്മുടെ സംസാരം, നമ്മൾ ദൈവമായിട്ട് സംസാരിക്കുന്നത് ദൈവത്തിന് പ്രസാദമാകുന്ന ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് വിഷയമാണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നത്, അതിന്റെ മറുപടി വരുന്ന ഒരനുഭവം. ഹല്ലേലൂയ. ഈ ഭാഗത്ത് ശലോമോനെ കുറിച്ച് പറയുന്നു, ശലോമോൻ ദൈവത്തെ സ്നേഹിച്ചു. ആരാ ശലോമോൻ എന്നറിയാമോ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന ദാവീദിന്റെ മകനാണ് ശലോമോൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് പറയുന്നു, ദാവീദ് ദൈവത്തിന്റെ പ്രകാരമുള്ള മനുഷ്യൻ. ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളും ശ്രദ്ധിച്ചോണം. നമ്മൾ എങ്ങനെയും നടന്നിട്ട് നമ്മുടെ മക്കൾ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന്റെ പ്രസാദം അവരിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഹല്ലേലൂയ. നടക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം വരണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. പലരുടെയും ചിന്ത, ഞാൻ എങ്ങനെയോ നടക്കാം, ഞാൻ മദ്യപിക്കും, ഞാൻ എങ്ങനെയോ നടക്കും, ഒന്നും കാര്യമില്ല. പക്ഷെ എൻ്റെ പിള്ളേര് ദൈവഭയമുള്ളവരായിരിക്കണം, എൻ്റെ പിള്ളേര് ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നവരാണ് തിരിച്ചറിയണം. ആദ്യം ദൈവഭയമുള്ളതായിരിക്കേണ്ടത് അമ്മയപ്പന്മാരാണ്. ഹല്ലേലൂയ. മാതാപിതാക്കൾ ദൈവഭയമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തലമുറകളോട് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും നിങ്ങൾ ഉപദേശിക്കേണ്ട. ഹല്ലേലൂയ. നിങ്ങളുടെ പുറകെ നടന്നവരെ പ്രാർത്ഥിപ്പിക്കേണ്ട. നിങ്ങൾ പോലും അറിയാതെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഒരു ഭവനത്തിലെ അപ്പൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരപ്പനാണെങ്കിൽ ഒരു കാരണവശാലും, എൻ്റെ ചിന്തയിൽ ഹല്ലേലൂയ, ഒരു കാരണവശാലും തലമുറ തെറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ പറയും, നിങ്ങൾ ആ സഹോദരന്മാരെല്ലാം കൂടെ എന്നോട് വേണം മിക്കവാറും. ഹല്ലേലൂയ. തീർച്ചയായും ഞാൻ ഉള്ള കാര്യം പറയുന്നേ. ഒരു ഭവനത്തിലെ അപ്പൻ, അമ്മമാർ, സഹോദരിമാർക്ക് ദൈവത്തോട് അടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അടുക്കുന്നവരുമാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഒരു ഭവനത്തിലെ അപ്പൻ ദൈവത്തോട് സ്നേഹമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ദാവീദിന്റെ ഭാര്യമാരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അവരാരും കർത്താവിനെ സ്നേഹിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ദാവീദിനെ കുറിച്ച് പറയുന്നു, ദാവീദ് ദൈവത്തെ സ്നേഹിച്ചു. ദാവീദ് പാടുമ്പോഴൊക്കെ 116 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ പറയുന്നു, കർത്താവേ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോണം, അപ്പൻ ദൈവത്തെ സ്നേഹിച്ചാൽ മക്കളോട് ദൈവത്തെ സ്നേഹിക്കാൻ പ്രത്യേകിച്ച് പറയണ്ട. അപ്പൻ ദൈവത്തിന്റെ വഴികൾ നടക്കുന്ന മനുഷ്യനാണെങ്കിൽ, അപ്പൻ ദൈവഭയമുള്ള മനുഷ്യനാണെങ്കിൽ, അപ്പൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെങ്കിൽ മക്കളോട് ആരും പറയണ്ട, കുഞ്ഞേ നീ ദൈവത്തെ അന്വേഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, അതുപോലെ ദൈവഭയമുള്ള ഒരു തലമുറയെ
ഹല്ലേലൂയ. അവൻ അമ്മമാരും ഒറ്റും ബാക്കിലല്ല. എന്നാലും ഞാൻ പറയുക, ദാവീദിന്റെ അനുഭവം വെച്ച് പറഞ്ഞതാ. അവൻ ദാവീദ് ദൈവത്തെ സ്നേഹിച്ചു, അതുപോലെ വചനത്തിനകത്ത് അടുത്തെഴുതിയിരിക്കുന്നു, ശലോമോൻ ദൈവത്തെ യഹോവയെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോണം, പലപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് കാര്യസാധ്യത്തിന്, നിങ്ങളാരും അങ്ങനെ അല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, കാര്യസാധ്യത്തിന് വേണ്ടിയാ. ഇന്നിന്റെ കാര്യം നടക്കണം, സാമ്പത്തിക ബാധ്യത മാറണം, മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ ഉപരിപഠന മേഖല, അവർക്ക് നല്ല ജോലി, വീട്ടിൽ നല്ല കാറ്, 2 നില ഭവനം, ഹല്ലേലൂയ. ഇങ്ങനെ തുടങ്ങി നമുക്ക് പ്രാർത്ഥനാ ലിസ്റ്റുകൾ ഏറെയാ. ഹല്ലേലൂയ. ഒത്തിരിയേറെ വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയേ, നമ്മൾ ആരാധിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഹല്ലേലൂയ. നമ്മുടെ ആരാധനയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾക്കകത്ത് കിടക്കുന്ന വിഷയം എന്താണെന്ന് തിരിച്ചറിഞ്ഞോണം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ, ചർച്ചയിൽ കടന്നു പോകുമ്പോൾ, ഞായറാഴ്ചയാണ്, 6 ദിവസം അധ്വാനിച്ച് ജോലി, നാളെ ഞായറാഴ്ചയാണ്, ആരാധനയ്ക്ക് മുടങ്ങാതെ പോകണം. ഹല്ലേലൂയ. 6 ദിവസം അധ്വാനിച്ച് ജോലിയൊക്കെ ചെയ്യണം. 7ാമത്തെ ദിവസം ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസം. അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കണ്ണിൽ പൊടിയണം. 2ാമത്തെ കാര്യം പാസ്റ്റർ കണ്ണിൽ പൊടിയണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അച്ഛൻ്റെ കണ്ണിൽ പൊടിയണം. അതിനു വേണ്ടി ചർച്ചയിൽ പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. പോയിട്ട് ആശീർവാദം പറയുന്നതിന് മുമ്പ് അവൻ പള്ളിയിലെ പാതിരിയെ തലയും കാണിച്ചിട്ട് ഓടുന്നവരെ എനിക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോണം, ആരാധിക്കാൻ പോകുന്നത് മനുഷ്യനെ മുഖം കാണിക്കാനല്ല, ആരാധിക്കാൻ പോകുന്നത് അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കണ്ണിൽ പൊടിയിടാനല്ല, ദൈവത്തോടുള്ള താല്പര്യത്തിനകത്തുനിന്ന്, ദൈവത്തോടുള്ള ആഗ്രഹത്തിനകത്തുനിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറയുണ്ടോ? നിങ്ങളെ മാത്രമല്ല, തലമുറയോളം അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് പരിചയമുണ്ട്. നിന്റെ ജീവിതത്തിന് നീ ആരാധിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി ആകരുത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി ആകരുത്. ഹല്ലേലൂയ. വയറുവേദന മാറാൻ ആരാധനയ്ക്ക് പോയി, തലവേദന മാറാൻ ആരാധനയ്ക്ക് പോയി, കടബാധ്യത മാറാൻ ആരാധനയ്ക്ക് പോയി, കുടുംബത്തിന് സമാധാനം കിട്ടാൻ ആരാധനയ്ക്ക് പോയി. ഞാൻ ഒരു കാര്യം പറയാം, ഇതൊക്കെ ആദ്യത്തെ ആരാധനയ്ക്ക് വരുന്നതിന് മാത്രമായിരിക്കണം. കാരണം ആദ്യമായി നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ദൈവമായി ഏറ്റവും അധികം ബന്ധത്തിനകത്ത് വരാത്ത സമയത്ത്, നിങ്ങൾ ദൈവത്തോട് അടുക്കാനുള്ള ഒറ്റ കാരണം മാത്രമായിരിക്കണം ഇത്. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ നിങ്ങൾക്ക് ആരാധിക്കാനുള്ള കാരണം വയറുവേദന മാറേണ്ടതല്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവസന്നിധിയിൽ വന്ന നിങ്ങൾക്ക് ആരാധിക്കേണ്ട കാരണം നിങ്ങളുടെ കടബാധ്യത മാറേണ്ടതല്ല, നിങ്ങളുടെ വിഷയത്തിന്റെ പരിഹാരം വരേണ്ടതല്ല. അത് കിട്ടിയാലും ഇല്ലേലും ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ പോലെ പറയുന്ന ഒരു തലമുറയുണ്ടോ? നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒരിക്കലും നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി ആയിരിക്കരുത് ദൈവത്തെ ആരാധിക്കുന്നത്. കാര്യങ്ങൾ വരാം, എന്തിനാ? ദൈവസന്നിധിയിൽ നമ്മളെ കൊണ്ടുവരുന്നതിന്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവം ആരാന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ ദൈവം തുറന്നാൽ, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചാൽ, സ്വർഗം നമ്മളെ സ്പർശിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിവോടെ പറയാൻ തുടങ്ങണം, ഇനി ഞാൻ ആരാധിക്കുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടി ആകത്തില്ല, ഒരു വിടുതലിന് വേണ്ടി ആകത്തില്ല, ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിനാകത്തില്ല. ആ കർത്താവിനെ എനിക്ക് വിടുതൽ വന്നാലും ഇല്ലേലും, എന്നെ വിടുവിച്ചാലും ഇല്ലേലും, ഞാൻ ആരാധിക്കാൻ പോകുമ്പോ വിടുതൽ വന്നില്ലെങ്കിൽ പുറകെ പരിഹസിക്കാൻ ആളുണ്ടാകും. തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാ, വിടുതൽ വന്നാലും ഇല്ലേലും ഞാൻ എന്റെ ദൈവത്തെ വിട്ട് മാറിപ്പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ തീരുമാനം നിങ്ങളുടെ തല ഇവിടത്തേക്ക് മേളിലല്ല നിങ്ങൾ പറയുന്നെങ്കിൽ, നിങ്ങളെ കണ്ടിട്ട് കാണാതെ പോകാൻ എൻ്റെ പപ്പായ്ക്ക് കഴിയത്തില്ല, എൻ്റെ കർത്താവിനൊക്കത്തില്ല. നിങ്ങൾ എഴുതി വെച്ചോണം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തീരുമാനം അതുപോലെ സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് ദൈവത്തോടുള്ള ആഗ്രഹം അതുപോലെ സ്ട്രോങ് ആണെങ്കിൽ, എന്തും മാറ്റി വെച്ചിട്ട് ദൈവത്തിന് മുൻസ്ഥാനം
കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ വിഷയത്തെ കടന്നു പോകാതെ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരുവനുണ്ട്, ഒരുവനുണ്ട്, ഒരുവനുണ്ട്. നിങ്ങളുടെ വിഷയത്തിനകത്തിറങ്ങി പരിഹാരം തരുന്ന അവൻ സർവശക്തിയുള്ള രാജാധിരാജാവ്, കർത്താതി കർത്താവ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ആ കർത്താവ് ഇറങ്ങും, ആ കർത്താവ് ഇറങ്ങും, ആ കർത്താവ് ഇറങ്ങും. നിങ്ങളുടെ വിഷയത്തിനകത്ത് നിന്ന് കേട്ടിട്ടും പിന്മാറാതെ കർത്താവിനെ പിൻപറ്റുന്നവരുണ്ടോ? പരിഹാസം കേട്ടിട്ട് പിന്മാറാതെ കർത്താവിനെ പിൻപറ്റുന്നവരുണ്ടോ? ആരാധിക്കുന്നിടയിൽ ഇത്ര നാളുകൾ നീ ആഗ്രഹിച്ച വിഷയത്തിന് പരിഹാരം വന്നില്ല എങ്കിലും എന്നാലും ഞാൻ പിന്മാറത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പിൻപറ്റുന്നവരുണ്ടോ? ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാ, നിന്റെ ആരാധന സത്യമാണെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നറിയാമോ? പ്രതികൂലം വന്നാല്, പ്രതിസന്ധി വന്നാല്, നിന്റെ ആദ്യ സ്നേഹത്തിന് കുറവില്ലാതെ നീ ദൈവസ്ഥലിൽ ഓടിക്കയറുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാ, നിന്റെ ആരാധന അവൻ ഹൃദയത്തിനകത്തുള്ള ആരാധന. പ്രശ്നം വരുമ്പോ തളർന്നു പോകുന്നെങ്കിൽ ചോദിക്കണം, കർത്താവേ വൈ, എന്തുകൊണ്ട് ഞാൻ തളർന്നു പോകുന്നു? ഞാൻ ആരാധിക്കുന്നത് ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മാത്രമാണോ? ഞാൻ ആരാധിക്കുന്നത് എന്റെ വിഷയത്തിന് പരിഹാരം ലഭിക്കാൻ വേണ്ടി മാത്രമാണോ എന്ന് സ്വന്തമായൊന്ന് ശോധന ചെയ്യണം. ദേവിയത് അടുത്തിരിക്കുന്നവരെ ശോധന ചെയ്യരുത്, സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കണം. എന്തുകൊണ്ടൊരു പ്രശ്നത്തിനകത്ത് എൻ്റെ ആരാധന ഞാൻ വിട്ടുകളയുന്നു? ആരാധനയെ അവൻ ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ ആരാധനയിൽ അവൻ ഓടിക്കേറാൻ എനിക്ക് കഴിയുന്നില്ല. ഇന്ന് രാത്രികാലം ചോദിക്കണം കേട്ടോ. ശലോമോനെ കുറിച്ച് പറയുന്നു, ശലോമോനെ ദൈവത്തെ ആരാധിച്ചത് ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ടായിരുന്നില്ല. ശലോമോന് കുറവൊന്നും ഇല്ലായിരുന്നു നിങ്ങൾ പറയുമായിരിക്കാം, ഇറ്റ്സ് ഓക്കെ, ഹല്ലേലൂയ. പക്ഷെങ്കിലും ആമേൻ, ഹല്ലേലൂയ, ശലോമോൻ ഒരു ചടങ്ങ് പോലെ ചെയ്ത് അവൻ വിടാമായിരുന്നു. പക്ഷെ വചനം പറയുന്നു, ശലോമോൻ ദൈവത്തെ സ്നേഹിച്ചു. ആമേൻ. ദൈവത്തെ സ്നേഹിച്ചൊരപ്പൻ്റെ മകൻ അതുപോലെ കർത്താവിനെ സ്നേഹിക്കുന്ന മനുഷ്യനായി. ഹല്ലേലൂയ. കയറി വരിക. സ്നേഹത്തിൽ നിന്നുള്ള ആരാധന വെളിപ്പെട്ടപ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, സ്വർഗം പറയുക, ഇനി ഞാൻ അവിടെ ഇരിക്കത്തില്ല. ആമേൻ. എന്നെ ആരാധിക്കുന്ന ആളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. കർത്താവിൻ്റെ പ്രത്യേകത അതാ. നിങ്ങൾ പ്രാർത്ഥിച്ചോ, മണിക്കൂർ പ്രാർത്ഥിച്ചോ, അല്ല 1 മണിക്കൂറോ 3 മണിക്കൂറോ 7 മണിക്കൂറോ 24 മണിക്കൂറോ ആമേൻ, അല്ല കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചോ, കർത്താവ് അവിടെ ഇരുന്ന് കേട്ടിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് എന്ത് ചെയ്യും? സ്വർഗത്തിരുന്ന് കേട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പക്ഷെ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയാൽ കർത്താവ് പറയും, ഞാൻ അവിടെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങിയാൽ ഹൃദയത്തിന്റെ ആഴങ്ങൾക്കകത്തുന്ന ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് നിങ്ങളൊന്ന് ആരാധിക്കാൻ തുടങ്ങിയാൽ ആളിന്റെ എണ്ണം നോക്കാതെ അവൻ ഇറങ്ങി വന്ന് നിന്റെ വിഷയം എന്തെന്ന് ചോദിക്കുന്ന ഒരുവനെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഇന്ന് രാത്രിക്കാലം ആരാധിക്കുന്നല്ലോ. ഇന്ന് രാത്രിക്കാലം ആരുടെയൊക്കെ ഹൃദയം ദൈവമായി കണക്ട് ആകുക. സ്വർഗം പറയാ, എനിക്ക് ഇരിക്കാൻ ഒക്കത്തില്ല നിന്റെ വിഷയത്തിനകത്ത്. ഇന്ന് രാത്രിക്കാലം സ്വർഗം എഴുന്നേൽക്കാൻ പോകുക. ചില ഭവനങ്ങൾക്കകത്തേക്ക് ഇപ്പോൾ ദൈവ സാന്നിധ്യം ചലിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥനയ്ക്ക് എന്റെ ദൈവം അവിടെ ഇരുന്ന് മറുപടി തരും. പക്ഷെ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, സ്വർഗത്തിന്റെ ഞാൻ മനസ്സിലാക്കിയ എന്റെ പാപ്പായുടെ സ്വഭാവം എന്തെന്നറിയാമോ? ആരാധിക്കാൻ തുടങ്ങിയ പിന്നെ ആൾ അവിടെ ഇരിക്കത്തില്ല. ആരാധിക്കുന്നവൻ അവിടെ ഉണ്ടോ, അവന്റെ മധ്യത്തിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ആരാധിക്കുന്നവൻ അവിടെ ഉണ്ടോ, അവന്റെ നടുവിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും.
ദുരവ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രികാലം ഹൃദയത്തിന്റെ ആഴങ്ങൾക്കകത്ത് സ്നേഹത്തിൽ നിന്ന് ആരാധിക്കുന്നവരുണ്ടോ? ബാക്കിയെല്ലാം വിട്ടുകളയുന്നേ. കർത്താവിനോട് പറയാ, ഞാൻ ആരാധിക്കുന്നെങ്കിൽ മറ്റൊന്നും നോക്കാതെ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങൾക്കകത്തുനിന്ന് ആ സ്നേഹത്തിൽ നിന്ന് എന്റെ ദൈവത്തെ ആരാധിക്കുക. അങ്ങേ കൂടാതെ എനിക്ക് വേറൊന്നുമില്ല. ആരാധനയ്ക്ക് യോഗ്യൻ അങ്ങ് മാത്രം. ആരാധിക്കാൻ തുടങ്ങിയ സ്വർഗ്ഗം അവിടെ ഇരിക്കത്തില്ല. ആമേ. അത് പഴയ നിയമമായാലും ശരി, പുതിയ നിയമമായാലും ശരി. ഹല്ലേലൂയ. സ്നേഹത്തിൽ നിന്നുള്ള ആരാധന ദൈവത്തിന് അറിയാം കേട്ടോ. അതൊരിക്കലും തൊണ്ടയ്ക്ക് മുകളിലുള്ള ജൽപ്പനമല്ല. അതൊരിക്കലും നമ്മുടെ ശബ്ദത്തിന്റെ അവൻ ഹാലലു വലിപ്പമല്ല. അതൊരിക്കലും നമ്മുടെ ശരീരത്തിന്റെ പ്രകടനമല്ല. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ആഴങ്ങൾക്കകത്ത് നിറങ്ങി വരുന്ന അവൻ ഉയർന്നു വരുന്ന ആരാധന അറിയുന്നവൻ. ഹല്ലേലൂയ. ആ ആരാധന വെളിപ്പെട്ടാൽ പിന്നെ സ്വർഗ്ഗത്തിന് അവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. സ്വർഗ്ഗം അങ്ങ് ഇറങ്ങി വരുമെന്ന്. കർത്താവേ, എങ്ങനെ ഹൃദയത്തിന്റെ ആഴങ്ങൾക്കൊന്നും ആരാധന മനസ്സിലാക്കാൻ പറ്റുന്നേ? ശരീരം മുറിഞ്ഞാലും നീ ആരാധിക്കും. നീ ബന്ധനത്തിനകത്തായാലും ആരാധിക്കും. ശത്രു ഏത് പൂട്ടിട്ട് നിന്നെ പൂട്ടിയാലും നിന്റെ ഉള്ളിൽ നിന്ന് ആരാധന വരും. അതിനെ തടയുമോ? നിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള ആഴങ്ങളിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് വരുന്ന ആരാധന തടയുവാൻ ഈ ലോകത്തിലെ ഒരു ബന്ധനത്തിനും കഴിയത്തില്ല. ഹൃദയത്തിന്റെ അകത്തുനിന്ന് ആരാധന വെളിപ്പെട്ടാലേ ഈ ലോകത്തിന്റെ പുറമെയുള്ള യാതൊന്നിനോ, നിന്റെ ശരീരത്തിന്റെ ബലഹീനതയ്ക്കോ, പുറമെയുള്ള ചങ്ങലയ്ക്കോ, പുറമെയുള്ള പൂട്ടുകൾക്കോ, കാരാഗ്രഹത്തിനോ നിന്റെ ആരാധന തടയുവാൻ കഴിയത്തില്ല. നിനക്കറിയാമോ? അവൻ ആരാധന ഹൃദയത്തിന്റെ ആഴത്ത് വെളിപ്പെട്ടു തുടങ്ങിയാലേ, സ്നേഹത്തിൽ നിന്ന് വെളിപ്പെടുന്ന ആരാധനയുടെ പ്രത്യേകത പുറമേ ഉള്ള യാതൊന്നിനും ആരാധന തടയാനൊക്കത്തില്ല. പുറമേ ഉള്ള ഒരു ഫോഴ്സിനും. ഹല്ലേലൂയ. അവൻ പൗലോസ് അപ്പോസ്തലൻ, പൗലോസും ശീലാസും കൂടെ അവൻ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലെ അവൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോ അവര് പറയുക, അവൻ ഞങ്ങൾക്ക് ആരാധിക്കാതിരിക്കാനൊക്കത്തില്ല. ആമേൻ. ആരാധിക്കാതിരിക്കാൻ ഒത്തിരി കാരണമുണ്ട് അവർക്ക്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. ആരാധിക്കാതിരിക്കാൻ ഒത്തിരി കാരണമുണ്ട്. പക്ഷെ അവര് പറയുക, ആരാധിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ആരാധന സമയമാകുമ്പോ അകത്തൊന്ന് ഒന്നിങ്ങനെ ഇളകി വരിക. എത്ര വയ്യായികയാണെങ്കിലും, എത്ര പ്രശ്നമുണ്ടേലും, എത്ര സങ്കടം ഉണ്ടേലും, എന്ത് നിന്ന വന്നാലും, എന്ത് പരിഹാസം വന്നാലും, ഏത് പൂട്ട് വന്നാലും, ആരാധന സമയമാകുമ്പോ നിന്റെ ഉള്ളം കത്തുന്നെങ്കിൽ തിരിച്ചറിയോ, നിന്നെ ആരാധന വെയിറ്റ് ചെയ്യുന്ന വരുവാൻ ആരാധനയിൽ പ്രസാദിക്കുന്നു ഒരുവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിന്നെ ഒതുക്കാൻ കാരണം ഒരുപാടാ. നിന്നെ ഒതുക്കാൻ, ആരാധിക്കാതിരിക്കാൻ കാരണം ഒരുപാടുണ്ടാകാം. പക്ഷെ അതിനെ അതിജീവിച്ച് നിന്റെ അകത്തെ മനുഷ്യൻ ആരാധിക്കുന്നെങ്കിൽ ഒറ്റ കാരണം, നിനക്ക് ദൈവത്തോടുള്ള സ്നേഹം മാത്രമാ. പുറമെയുള്ള പൂട്ട് നിന്നെ പൂട്ടുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് യഥാർത്ഥ സ്നേഹം വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ യാതൊന്നിനും നിന്നെ തടയാൻ കഴിയാതെ നിനക്ക് ആരാധിപ്പാൻ നിന്നെ ഒരുക്കപ്പെടുന്നെങ്കിൽ സ്വർഗ്ഗം പറയുക, നിന്റെ ആരാധന സാധാരണ ആരാധനയല്ല. ഇസ്രായേലിന്റെ രാജാവായ ശലോമോനെ കൊട്ടാരത്തിനകത്തിരുന്ന് ഗിബയോനിലെ പൂജാഗിരിയിൽ 1000 ഹോമയാഗം ദൈവത്തിന് നടക്കാൻ
പറഞ്ഞാൽ ഈസിയായി നടക്കും. ഇല്ലേ? നടക്കോ ഇല്ലേ? കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കുക. ആമേൻ. ഇസ്രായേലിന്റെ രാജാവായ ശലോമോൻ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ആമേൻ ആ കൊട്ടാരത്തിനകത്തിരിക്കാതെ കൊട്ടാരത്തിനകത്തൊന്ന് വെളിയിലിറങ്ങാതെ ഗിബയോനിൽ 1000 അവൻ ഹോമയാഗം നടക്കും. പക്ഷെ ശലോമോൻ പറയാ, ഇതങ്ങനെ നടക്കേണ്ട ആരാധനയല്ല. ആമേൻ. ഞാൻ പോകും, ഞാൻ ആരാധിക്കും. കാരണം ഈ ആരാധന എൻ്റെ ഹൃദയത്തിനകത്തുനിന്നാ ഉയരുന്നേ, എൻ്റെ ഉള്ളിൽ നിന്നാ ഉയരുന്നേ. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൻ്റെ പ്രതികൂലം ആരാധനയിൽ നിന്ന് നമ്മളെ പുറകിലോട്ട് വലിക്കുന്നെങ്കിലേ, ആരുടെയെങ്കിലും നിന്ദയോ പരിഹാസമോ, നിങ്ങളുടെ മുൻപിൽ കാണുന്ന വിഷയത്തിൻ്റെ കാഠിന്യമോ, നിങ്ങളുടെ കഷ്ടതയോ പ്രതിസന്ധിയോ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ, ആരോഗ്യത്തിൻ്റെ കുറവുകളോ നിങ്ങളെ അതിൽ നിന്ന് പുറകിലോട്ട് വലിക്കുന്നെങ്കിലേ, ആമേൻ, ഹല്ലേലൂയ, അത് ശരിയായിട്ടുള്ള ഹല്ലേലൂയ സ്നേഹത്തിൽ നിന്ന് വെളിപ്പെടുന്നതല്ല. ഈ സ്നേഹം വെളിപ്പെട്ട് കഴിയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ പറയും, ഹല്ലേലൂയ, ശരീരം മുഴുവനും മുറിവാ, ശരീരം മുഴുവനും മുറിവാ. അവൻ ശരാശരി അവൻ ചാട്ടവാർ അടിച്ചു എന്ന് പറയുമ്പോൾ 1 കുറയ 40 അടി 39 അടി ചാട്ടവാറ് കൊണ്ട് ശരീരത്തിലേറ്റു. അവൻ ഹല്ലേലൂയ കുറഞ്ഞത് അവൻ വളരെ അടുപ്പിച്ചു എന്നാ പറയുന്നേ. ചാട്ടയടിയാണെന്ന് അറിയത്തില്ല. വളരെ അടുപ്പിച്ച ശേഷം ഇവരെ കാരാഗ്രഹത്തിനകത്താക്കുന്നേ. ചുമ്മാതെ കൊണ്ട് കാരാഗ്രഹത്തിനകത്ത് ഇടുകയായിരുന്നില്ല, പല ഡോറുകൾ താണ്ടിയ അകത്തെ തടവിൽ കൊണ്ടിട്ടത്. അവിടെ കൊണ്ടിട്ടും കയ്യും കാലും സ്വതന്ത്രമായിരുന്നു ഇല്ലേ? ഇല്ല. കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. ആമമെന്ന് പറയുന്നത് നിലത്തോട് ചേർത്ത് ഹല്ലേലൂയ തടി കൊണ്ട് കാലിനെ ബന്ധിച്ചു വെക്കുന്ന അവൻ ഒരു തരം അവൻ ഹല്ലേലൂയ പൂട്ടിനെയാണ് ആമമെന്ന് പറയുന്നേ. കാലുകൾ ആമത്തിലിട്ട് പൂട്ടി, കൈകളെ ചങ്ങലക്കിട്ടു. ചലിക്കാൻ കഴിയാത്തതുപോലെ ബന്ധനത്തിനകത്താകുമ്പോഴും അർദ്ധരാത്രിയായപ്പോ അപ്പോസ്തലൻ പറയുക, അല്ല കഷ്ടതയോ വാളോ ചമ്മട്ടിയോ അവൻ ഉപദ്രവമോ ഏതൊന്നിനാ ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്തുനിന്ന് എന്നെ പുറകിലോട്ട് വലിക്കാൻ പറ്റുന്നേ. ഇതിനൊന്നും എന്റെ ദൈവത്തെ ആരാധിക്കുന്നതിന് എനിക്ക് തടസ്സമാകത്തില്ല. കാരണം ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. കാരണം ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. കാരണം ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. ആമേൻ. അർദ്ധരാത്രി പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിക്കാൻ പ്രാർത്ഥിച്ചു. ദൈവത്തെ പാടി സ്തുതിച്ചു. വചനം പറയുന്നു, ഹല്ലേലൂയ, കാരാഗ്രഹത്തിലുള്ള ബാക്കിയുള്ളവര് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ കൂടെ ഉണ്ടായിരുന്നൊരു പലതരക്കാരാ. ഹല്ലേലൂയ, ആമേൻ. ചിലര് പറയും, ഇത്രയും അടി കൊണ്ടിട്ട് നിർത്താറായില്ലല്ലോ, ഇത്രയും നിന്ന കേട്ടിട്ട് നിർത്താറായില്ലല്ലോ, ഈ അകത്തെ തടവി കൊണ്ടിട്ടിട്ടും ഇവർക്കൊന്ന് നിർത്തിക്കൂടെ? പറയാൻ ആളുണ്ടായിരുന്നു. ഇതൊന്നും പൗലോസിനും ശീലാസിനും വിഷയമായിരുന്നില്ല. അവർക്ക് പറയാനൊന്നുണ്ട്. ഈ വാക്കുകളെക്കാൾ അധികമാണ്, കേൾക്കുന്ന നിന്നയേക്കാൾ അധികമാണ്, ശരീരത്തിന്റെ ബലഹീനതയേക്കാൾ അധികമാ എന്റെ ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം. ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹം ഇപ്പൊ ഞാൻ കാണുന്ന സകല പ്രശ്നങ്ങളെക്കാളും വലിയതാ. അവരാരാധിക്കാൻ തുടങ്ങിയെന്നേ. നിന്നെയും ശരീരത്തിന്റെ ബലഹീനതകളെയും ബന്ധനങ്ങളെയും ഓവർകം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങി. ഞാൻ പറയും, ഈ ആരാധന വന്ന് സ്നേഹത്തിൽ നിന്ന്. ആമേൻ, ആമേൻ. അവൻ കാര്യമായിരുന്നില്ല. മറ്റൊരാൾ എന്ത് പറയും കാര്യമായിരുന്നില്ല. എൻ്റെ വിഷയമെല്ലാം പരിഹാരമെല്ലാം മുമ്പിൽ കാര്യമല്ല. ദൈവത്തെ ആരാധിക്കേണ്ട ടൈം ഞാൻ ദൈവത്തെ ആരാധിച്ചിരിക്കുക. അർദ്ധരാത്രി എഴുന്നേറ്റിരുന്ന് ദൈവത്തെ പാടി സ്തുതിക്കുക. സ്വർഗം പറയ, ശടാ, ഈ ആരാധന കേട്ടിട്ട് ഞാൻ എങ്ങനാ ഇവിടെ സ്വർഗത്തിൽ ഇരിപ്പുറപ്പിക്കുന്നേ? അവൻ വചനം പറയുന്നു, അവർ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. വചനം പറയും, ദൈവം എഴുന്നേൽക്കുമ്പോ ഭൂമി വിറയ്ക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം എഴുന്നേറ്റാൽ ഭൂമി വിറയ്ക്കും. ദൈവം എഴുന്നേറ്റാൽ ഭൂമി വിറയ്ക്കും. അവൻ ഹല്ലേലൂയ. ഇവരങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. മേളിന്ന് സ്വർഗത്തിൽ കർത്താവൊന്ന്
അങ്ങ് എഴുന്നേറ്റു. കർത്താവ് പറയാ, ഈ ആരാധന സ്വീകരിക്കാൻ ഞാൻ മറ്റാരെയും വിടത്തില്ല, ഞാൻ തന്നെ പോകുക. ഹല്ലേലൂയ. കർത്താവ് വന്നാൽ പൂട്ടു തുറക്കാൻ താക്കോലിന്റെ ആവശ്യമില്ല. കർത്താവ് വന്നാൽ പൂട്ടു തുറക്കാൻ പൂട്ടിയ മനുഷ്യന്മാരുടെ ആവശ്യമില്ലെന്നേ. സ്വർഗം ഇറങ്ങി വന്നപ്പോ പൂട്ടുകൾ താനെ പൊളിഞ്ഞു. ആമേൻ. ചങ്ങലകൾ അഴിഞ്ഞുപോയി. ആരാധന സ്വീകരിപ്പാൻ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്ന, സ്നേഹത്തിൽ നിന്ന് വരുന്ന ആരാധന നിങ്ങളിൽ വെളിപ്പെടുന്നു. സ്വീകരിക്കാൻ ഒരുവൻ ഇറങ്ങി വരുന്നുണ്ട്. ആ കർത്താവ് ഇറങ്ങിയ ചിലത് സംഭവിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയുടെ അളവ് പോലെ അടുത്തിരിക്കുന്ന ആളിന്റെ കണ്ണല്ല. മുമ്പിൽ നിൽക്കുന്ന പാസ്റ്ററുടെ കയ്യിൽ നിങ്ങളുടെ ആരാധനയുടെ ആഴം അളക്കാൻ അളവ് പോലില്ല. ഞങ്ങൾക്ക് അളക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ആരാധനയുടെ ആഴം. ഹല്ലേലൂയ. കാരണം ആരാധന എന്ന് പറയുന്നത് വെറും പുറമേ കാണുന്ന പ്രകടനങ്ങളല്ല. ആമേൻ. ആരാധന എന്ന് പറയുന്നത് പുറമേ കാണുന്ന പ്രകടനങ്ങൾ മാത്രമല്ല. ഹല്ലേലൂയ. അകത്തുനിന്ന്, അവൻ സ്നേഹത്തിന്റെ ആഴത്തിനകത്തുനിന്ന് പുറപ്പെടുന്ന ഒന്നുണ്ട്. അവൻ അതിലാ യഥാർത്ഥ ദൈവപ്രസാദം വരുന്നേ. ശലോമോൻ പറയുക, കൊട്ടാരം വിട്ട് ഗിബയോനിലെ പൂജാഗിരിയിൽ വന്ന അവിടുത്തെ കൊതുകടിയും കൊണ്ട് അവൻ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോ ശലോമോൻ പറയും, അവൻ എനിക്ക് കൊട്ടാരം വിടാൻ ഒരൊറ്റ കാരണം, എനിക്ക് എന്റെ ദൈവത്തോട് സ്നേഹമാ. ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നു. 1000 ഹോമയാഗം അർപ്പിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോ സ്വർഗം പറയുക, ഇനി ഞാനെങ്ങനെ ഇവിടെ ഇരിക്കും? ആളിങ് ഇറങ്ങി വന്നേ. ശലോമോന്റെ ഉറക്കത്തിനകത്ത് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, എന്താ വേണ്ടേ? ഹല്ലേലൂയ. എന്താ വേണം? കർത്താവ് വിചാരിച്ചു നോർമലി നമ്മളെ പോലെ സാധാ മനുഷ്യനാണെന്ന ആമേൻ ഹല്ലേലൂയ കരുതിയുടെ ചോദ്യം. ആമേൻ. എന്താ വേണ്ടേ? ഹല്ലേലൂയ. ആമേൻ. ശലോമോൻ പറയുക, ഹല്ലേലൂയ, സമ്പത്തല്ല, ആയുസ്സല്ല, ശത്രുസംഹാരമല്ല, ഒന്നേ വേണ്ടു. ഏൽപ്പിച്ച കാര്യമില്ലേ, അത് നേരാൻ വണ്ണം ചെയ്യാനൊരു കൃപ വേണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ബാലനാ, 12 കുഞ്ഞു പ്രായവാ. ബാലനാ ഞാൻ. എന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ ഒന്ന് വിശ്വസ്തയോടെ ചെയ്തെടുക്കാൻ എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം വേണം. അതല്ലാതെ വേറും വേണ്ട, വേറൊന്നും വേണ്ട. ഹല്ലേലൂയ. വചനം പറയുന്നു, കർത്താവിന് അതങ്ങ് പ്രസാദമായെന്ന്. കാരണം എന്ന് വെച്ചാലേ അവിടെയും ശലോമോൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ ഏൽപ്പിച്ച ഒരു രാജ്യമുണ്ട്. അത് ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്നൊന്ന് ഭരിക്കണം. അതായിരുന്നു ശലോമോൻ ഏൽപ്പിച്ച ദൗത്യം. ശലോമോൻ ചോദിക്കുക, അവൻ കർത്താവേ, എന്നെ ഏൽപ്പിച്ച ആൾക്കാരെ നേരാവണ്ണം മേയ്ക്കാൻ ആവശ്യമായ ഒരു ജ്ഞാനമുള്ളൊരു ഹൃദയം. ചുരുക്കത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കണം. അവിടെയും മെയിൻ സ്ഥാനമാർക്കാ? കർത്താവിനാ. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നതാ. ഇന്ന് രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തുവാ? നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയാ? രോഗമാ? പ്രയാസമാണോ? ഹല്ലേലൂയ. അതോ എന്തേലും കാര്യസാധ്യത്തിന് വേണ്ടി? ഇതിലൊന്നും അല്ല കഥ. ഒന്നും കിട്ടിയില്ലേലും എൻ്റെ ആദ്യ സ്നേഹം ഒരു നുള്ളുപോലും കുറയാതെ ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. അതിൻ്റെ അടിസ്ഥാനം ഈ ലോകത്തിൽ എൻ്റെ ഒരു വിഷയത്തിൻ്റെ സാധ്യമേൻ നിറവേറലല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾക്കകത്തുനിന്ന് ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു പാപ്പാ എന്ന് പറഞ്ഞ കർത്താവിനെ ആരാധിക്കാൻ തയ്യാറാണോ? വചനം പറയുന്നു, കാരാഗ്രഹത്തിനകത്ത് അവൻ ദൈവം ഇറങ്ങി വന്നു. അവൻ പൗലോസും ശീലാസും അവൻ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരത്തിലൂടെ കാരണക്കാരായി തീർന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, നമ്മുടെ വിഷയത്തിനകത്ത് കർത്താവ് ഇറങ്ങിയ വിടുതല. നിങ്ങൾ ഏത് സൈഡിൽ നിന്ന് എങ്ങനെ ശത്രു പൂട്ടിയാലും നോ പ്രോബ്ലം. ഹല്ലേലൂയ. ഏത് വിഷയം നിങ്ങളെ ഭയപ്പെടുത്തുന്നെങ്കിലും, ഏത് വിഷയം നിങ്ങളെ അടിച്ചമർത്തുന്നെങ്കിലും, എന്ത് വിഷയം നിങ്ങളെ ഒതുക്കുന്നെങ്കിലും അതൊന്നും കാര്യമല്ല. ഒറ്റ കാര്യം, നിങ്ങളുടെ ആരാധനയിന്മേൽ ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങുന്നുണ്ടോ? ആരാധനയിൽ ദൈവം ഇറങ്ങത്തക്കവണ്ണം നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് നിങ്ങളുടെ ആരാധന വെളിപ്പെടുന്നത്. ആമേൻ, ആമേൻ.
നന്നായി അനുഭവിക്കേണ്ടി വരും. ഒത്തിരി 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 ഒത്തിരി. ആമേൻ. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തായി? നിങ്ങളുടെ വിഷയത്തിന് വിടുതലില്ലെന്ന് ആദ്യം ചോദിക്കും. ആമേൻ. കേൾക്കാൻ റെഡി ആണെങ്കിൽ സ്നേഹിച്ചാൽ മതി. ഹല്ലേലൂയ. ആമേൻ. ഇതേ ആമേൻ ഈസി ആയിട്ടുള്ള പാതയല്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഏത് കഷ്ടത വന്നാലും അതിന്റെ നടുവിലും ആ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പു തരാം. അവൻ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈസിയുള്ള കാര്യമല്ല. കാരണം നീ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ ലോകം നിന്നെ വെറുക്കാൻ തുടങ്ങും. തരണം ചെയ്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ? നീ ജയത്തോടെ പുറത്തു വരും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇനിയും കർത്താവിനെ സ്നേഹിക്കാൻ റെഡിയാണോ? സ്നേഹത്തിൽ നിന്ന് ആരാധിക്കാൻ റെഡിയാണോ? ഹല്ലേലൂയ. ആമേൻ. നേരത്തെ മുൻകൂറായിട്ട് കാര്യം പറഞ്ഞ് നിങ്ങൾ തളർന്നു പോകത്തില്ലല്ലോ. ഹല്ലേലൂയ. എഴുതി വെച്ചോ, ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി നാളെ മുതൽ വരുന്നത് മുഴുവൻ നിന്നെയായിരിക്കും. ഹല്ലേലൂയ. അറിഞ്ഞുകൊണ്ടാണ് കേൾക്കുന്നത്, കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ. നല്ലത് ചെയ്താലും തിന്മയെ പറയത്തുള്ളൂ. ഹല്ലേലൂയ. ദോഷം ചെയ്തില്ലേലും ആമേൻ തിന്മയായതേ പറയത്തുള്ളൂ. ഒക്കെ വരുമ്പോഴും പറയണം, കർത്താവിൻ്റെ സ്നേഹം എന്നോട് അധികമായുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. ഇത് പറയാൻ തുടങ്ങുമോ? ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മധ്യത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിന്നയ്ക്കൊരു അവസാനമുണ്ട് കേട്ടോ. നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്, നീ അനുഭവിക്കുന്ന കണ്ണുനീരിന്, നീ കടന്നു പോകുന്ന കഷ്ടതകൾക്ക് ഒരു അവസാനമുണ്ട്. അന്നേരം സ്വർഗ്ഗം പറയും, ഞാൻ നിന്നിൽ ഉയർത്താൻ പോകുന്നു. ദൈവം തന്നെത്താൻ നിങ്ങളിൽ മഹത്വപ്പെടുത്തുന്ന ഒരു ദിവസം വെളിപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഈ കഷ്ടതകൾ, ഈ പ്രതികൂലങ്ങൾ, ഈ പ്രതിസന്ധികളുടെ നടുവിലും ആമേൻ അതിനൊന്നും വകവയ്ക്കാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് രാത്രി കലമേൽപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രശ്നം എൻ്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. കാരണം ദൈവത്തിൻ്റെ സ്നേഹം മുന്നമേ നമുക്ക് ഇങ്ങോട്ട് ഇട്ടയ്ക്കുക. കഴിഞ്ഞു, നിർത്തി. ഇങ്ങോട്ട് അയച്ചിട്ടയ്ക്കുക. അങ്ങനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേ ആമേൻ ദൈവം നമ്മളെ അറിയുകയാണ്. ആ അറിവിൽ നിന്ന് നമുക്ക് വേണ്ടി വിടുതലുകൾ വെളിപ്പെടും. ആമേൻ. ഒരു മനുഷ്യനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ പോലും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹം അറിയുന്നവൻ, നിങ്ങൾ ആവശ്യം അറിയുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. എങ്ങനാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ രാത്രി കാലം പറയാൻ പറ്റുമോ? കർത്താവ് ശലോമോൻ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിനെ ആരാധിച്ചു, ദൈവത്തെ ആരാധിച്ചു. അതുപോലെ പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ചു, ദൈവത്തോടെ സ്നേഹത്തിൽ നിന്ന് ആരാധിച്ചു. അതുപോലെ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, പ്രതികൂലത്തെക്കാളും വലുതെൻ്റെ കർത്താവാണ്. സകലത്തെക്കാളും ഒരു കാര്യസാധ്യത്തിനെന്ന് വേണ്ടിയല്ല കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾക്കകത്തുനിന്ന് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. ഇന്ന് രാത്രികാലം ഒരു നിമിഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ വരുമ്പോഴും ഇന്ന് രാത്രികാലം പറയണം, യാതൊന്നിനും എൻ്റെ ദൈവ സ്നേഹത്തിനകത്ത് അടർത്തിക്കളയാൻ കഴിയത്തില്ല. ഒരു നിമിഷം കണ്ണുകളെ മൂടാം, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ആമേൻ. യേശു കർത്താവ് തൻ്റെ ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. തൻ്റെ ജീവൻ തന്നു. ഒടുവിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ തൻ്റെ ഉയർപ്പിൻ്റെ സമയത്ത് ആമേൻ പത്രോസ് അപ്പോസ്തലനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പത്രോസേ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ചില പ്രതിസന്ധിയുടെ സമയത്ത് പത്രോസിന്റെ കാലുകളൊന്ന് ഇടറി, ഒരല്പം, ഒരു ലേശം താനൊന്ന് ചലിക്കുകയാണ്. അവൻ തിരികെ താൻ വിട്ടേച്ചു പോകുന്നതിലേക്ക് തനിക്കൊരു ചായ് വന്നപ്പോ ആമൻ യേശു കർത്താവ് തന്നെ ചേർത്ത് പിടിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പത്രോസേ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? എനിക്കറിയാം നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്. ആ സ്നേഹമാ മഹാപുരോഹിതന്മാരെ അരമനയോളം നിന്നെ കൊണ്ടുവന്നത്. അവൻ എന്നെ കൊല്ലുവാനാ പിടിച്ചോണ്ട് പോകുന്നതെന്ന് നീ അറിഞ്ഞിട്ടും
എന്റെ പിന്നാലെ മഹാപുരോഹിതന്റെ മുറ്റത്തോളം അരമനയിൽ അവിടെയോളം കടന്നു വരുവാൻ നിന്നെ പ്രാപ്തനാക്കിയത് എന്നോടുള്ള സ്നേഹമാ. അതെനിക്കറിയാം. പക്ഷേ മുൻപിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്, മുൻപിൽ നിൽക്കുന്ന ചില വെല്ലുവിളികളുണ്ട്, മുൻപിൽ നിൽക്കുന്ന ചില കഷ്ടതകളുണ്ട്. അല്ല, നിന്റെ ജീവനേക്കാൾ ഉപരിയായി ഇന്ന് രാത്രി നീ എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ആദ്യം പത്രോസിന്റെ മറുപടി ഞാൻ സ്നേഹിക്കുന്നു, വീണ്ടും പറഞ്ഞു സ്നേഹിക്കുന്നു, മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ചോദ്യം എന്ന് പറയ കർത്താവേ നീ എല്ലാം അറിയുന്നു. ഇന്ന് രാത്രികാലം പറഞ്ഞ കർത്താവേ, ഹൃദയത്തിന്റെ ആഴങ്ങൾക്കകത്തുന്ന ഈ ലോകത്തിലെ ഒന്നിനും വേണ്ടിയല്ല, അങ്ങനെ സ്നേഹിച്ച സ്നേഹത്തിന് പകരം തരാൻ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എന്നെ അല്ലാതെ അങ്ങേക്ക് തരാൻ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ലപ്പാ. നിങ്ങൾ എന്തു കൊടുത്താ നിങ്ങളെ സ്നേഹിച്ച കർത്താവിന് പകരമാകുക? അവൻ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് എന്തു കൊടുത്ത് അവൻ കർത്താവിനെ നിങ്ങൾക്ക് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അതിനകത്ത് തുല്യം ചൊല്ലാൻ പറ്റത്തില്ലെന്നേ. ജീവൻ തന്ന സ്നേഹിച്ചത് ഇന്ന് രാത്രികാലം പറയാൻ പറ്റുമോ? കർത്താവേ, എനിക്ക് അങ്ങേക്ക് തരാൻ എന്നെ അല്ലാതെ വേറൊന്നും ഇല്ലപ്പാ. എന്നെ അല്ലാതെ എനിക്ക് അങ്ങേക്ക് തരാൻ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. ഓ, പറയാൻ പറ്റുമോ? എന്നെ അല്ലാതെ തരാൻ മറ്റൊന്നുമില്ല. എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങൾക്കകത്തുനിന്ന് അങ്ങേ സ്നേഹിക്കുവാൻ ഈ ലോകത്തിന്റെ പ്രതിസന്ധിക്കോ പ്രതികൂലങ്ങൾക്കോ യാതൊന്നിനും തളർത്താൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെയുള്ള സ്നേഹത്തിന്റെ ആഴത്തിൽ വളർന്നു വരുവാൻ, അതിൽ വർധന വരുവാൻ ഇന്ന് പകൽക്കാലം രാത്രികാലം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പറയാൻ പറ്റൂ? എന്നെ അല്ലാതെ മറ്റൊന്നും ഇല്ലല്ലോ ഈ ധരയിൽ. പറയാൻ പറ്റൂ? കർത്താവേ, അങ്ങെന്നെ സ്നേഹിച്ച സ്നേഹത്തിന് പകരം എനിക്ക് തരാൻ മറ്റൊന്നുമില്ല. എന്നെ അല്ലാതെ മറ്റൊന്നും തരാനില്ല. ഒരു നിമിഷം എല്ലാവരും പറഞ്ഞ കർത്താവേ, എനിക്കിഷ്ടമാ അങ്ങയുടെ അങ്ങയെ സ്നേഹിപ്പാൻ. ഞാൻ ആഗ്രഹിക്കുന്നു പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ അങ്ങയെ സ്നേഹിക്കണമെന്ന്. ഇന്ന് രാത്രികാലം എന്നെ അതിനായി പ്രാപ്തയാക്കണമേ. സ്നേഹത്തിൽ ആരാധിക്കാൻ തുടങ്ങിയേ, സ്നേഹത്തോടെ ദൈവത്തെ സമീപിക്കാൻ തുടങ്ങിയേ. ആവശ്യത്തോടെ അല്ല, ആവശ്യത്തിന് നിറവേറുന്നതിന് വേണ്ടി മാത്രമല്ല, ആ സ്നേഹത്തിന്റെ ആഴത്തിനകത്തുന്ന ദൈവത്തെ സമീപിക്കാൻ തുടങ്ങിയേ. സ്നേഹത്തിൽ നിന്നോ അങ്ങേ ആരാധിക്കാൻ ഇന്ന് രാത്രികാലം ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. ആ സ്നേഹത്തിനകത്തൊന്ന് അങ്ങേ ആരാധിപ്പാൻ പറഞ്ഞ ഈ ലോകത്തിന്റെ കഷ്ടതയ്ക്കോ വേദനയ്ക്കോ ഭാരത്തിനോ ഒന്നിനും എന്നെ അങ്ങയിൽ നിന്നും പിരിക്കാൻ കഴിയത്തില്ല.
ഹൃദയത്തിന്റെ ആഴങ്ങൾ കത്തുന്ന സ്നേഹത്തോടെ കർത്താവിനോട് പറഞ്ഞു, സ്നേഹിക്കുന്നേ അപ്പാ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ അപ്പാ. അങ്ങേ പിരിഞ്ഞെനിക്ക് ഇരിക്കാൻ ഒക്കത്തില്ല കർത്താവേ. ഈ ലോകത്തിന്റെ കഷ്ടതയ്ക്ക്, വേദനയ്ക്ക്, ഭാരത്തിന് ആമേൻ അങ്ങയുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ അകത്താൻ കഴിയത്തില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗം ഇന്ന് രാത്രികാലം അയക്കുക. നിങ്ങളെ ഒതുക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് കർത്താവിന്റെ പരിഹാരം ഒതുക്കിക്കളയുമെന്ന് പറയുന്ന ആ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശക്തി ഒരു പരിഹാരത്തിനായി ആ മഹത്വത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ലോകം നിന്നെ സ്നേഹിക്കാനില്ലായിരിക്കാം. ഇന്ന് രാത്രികാലം തന്റെ ജീവൻ തന്ന സ്നേഹിച്ച ആ കർത്താവ് ഇന്ന് രാത്രികാലം ഇറങ്ങുക. ലോകം സ്നേഹിക്കാനില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രികാലം കർത്താവിന്റെ അളവറ്റ സ്നേഹം ഇറങ്ങുക, ഇറങ്ങുക. ചില ഒറ്റപ്പെടലുകളുടെ നടുവിൽ ദൈവത്തിന്റെ സ്നേഹം ചില നിന്ദയുടെ നടുവില് അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം അളവില്ലാത്ത ആ കർത്താവിന്റെ സ്നേഹം ഹൃദയങ്ങൾക്കകത്ത് തളം കെട്ടി കിടക്കുന്ന ചില വേദനകളെ, ചില ഒറ്റപ്പെടലുകളെ സ്വർഗ്ഗം ഇന്ന് രാത്രികാലം എടുത്തു മാറ്റുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്ത്, ഈ ശബ്ദത്തിന്റെ മുൻപിലായിരിക്കുന്ന പ്രിയ ദൈവമേ, നിന്നിലേക്ക് അത് ചലിക്കുന്നു. ആ ദൈവ മഹത്വം ഇറങ്ങുക, ആ ദൈവ സാന്നിധ്യം ഇറങ്ങുക. റിസീവ്, റിസീവ്, റിസീവ്. ആ ദൈവ ശക്തി ഇന്ന് രാത്രികാലം ചില ഒറ്റപ്പെടലുകളെ മാറ്റുക, ചില കണ്ണുനീരിന്റെ അനുഭവങ്ങളെ മാറ്റുക, ചില കയ്പിന്റെ അനുഭവങ്ങളെ ജീവിതത്തിനകത്തുനിന്ന് സ്വർഗ്ഗം ഇന്ന് രാത്രികാലം തുടച്ചു മാറ്റുക. പറഞ്ഞേ കർത്താവേ, ഞാനങ്ങ് സ്നേഹിക്കുന്നു, ഞാനങ്ങ് സ്നേഹിക്കുന്നു, ഞാനങ്ങ് സ്നേഹിക്കുന്നു. ആ മഹത്വം ഇന്ന് രാത്രികാലം ചലിക്കട്ടെ. ആ ദൈവത്തിന്റെ ശക്തി
ആരുണ്ട്? ശലോമോൻ ദൈവത്തെ ആരാധിച്ചത് ദൈവത്തോടുള്ള സ്നേഹത്തിനകത്തുനിന്ന് ആരാധന കണ്ടിട്ട് സ്വർഗത്തിന് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ലെന്നേ. ശലോമൻ ഗിബയോനിൽ കിടന്നുറങ്ങിയപ്പോ സ്വർഗം ഗിബയോനിൽ ഇറങ്ങി വന്നു. അവൻ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്തായിരുന്നപ്പോ സ്വർഗം കാരാഗ്രഹത്തിനകത്തിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്നു, നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വരുന്നു ഒരു ദൈവ സാന്നിധ്യം. ഞാൻ പ്രതിസന്ധിക്കകത്ത്, ഞാൻ പ്രതികൂലത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ ആയിക്കോട്ടെ. ആ സ്നേഹത്തിനകത്തും ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ പറയാ ആമേൻ. ഈ ലോകത്തിന്റെ കഷ്ടതയ്ക്കോ കണ്ണുനീരിനോ പ്രതിസന്ധിക്കോ പ്രതികൂലങ്ങൾക്കോ യാതൊന്നിനും എന്നെ എന്റെ ദൈവത്തിൽ നിന്ന്